നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നോക്കാം. നമ്മൾ സാധാരണ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ. അതെങ്ങനെ പറയാം ഹിന്ദിയിൽ? സച്ച് കഹൂം തോ. സച്ച് കഹൂം തോ, സത്യം പറയുകയാണെങ്കിൽ. നമുക്കൊരു സെൻറ്റൻസ് നോക്കാം ഇത് വെച്ച്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു, അല്ലേ? നമ്മളങ്ങനെ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം സത്യം പറയുകയാണെങ്കിൽ എന്നുള്ളതിന് സച്ച് കഹൂം തോ. സത്യം പറയുകയാണെങ്കിൽ എന്നുള്ളതിന് സച്ച് കഹൂം തോ. ഞാൻ നിങ്ങളെ, അങ്ങനെ അതെന്ത് പറയും? മേ തുംസേ ബഹുത് പ്യാർ കർത്തി ഹും എന്ന് പറഞ്ഞാൽ വളരെയധികം സ്നേഹിക്കുന്നു. മേ തുംസേ ബഹുത് പ്യാർ കർത്തി ഹും, ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. സച്ച് കഹൂം തോ, സത്യം പറഞ്ഞാൽ മേൻ തുംസെ ബഹുത് പ്യാർ കർത്തി ഹും, ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. നമുക്ക് ഒന്നുകൂടെ നോക്കാം. സത്യം പറയുകയാണെങ്കിൽ എന്നുള്ളതിന് സച്ച് കഹൂം തോ, ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. മേൻ തുംസെ ബഹുത് പ്യാർ കർത്തി ഹും. അപ്പോൾ എങ്ങനെ പറയും? സച്ച് കഹൂം തോ മേ തുംസെ ബഹുത് പ്യാർ കർത്തി ഹൂം. സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. ഇനി നമുക്ക് വേറൊരു സെൻറ്റൻസ് നോക്കാം. സത്യം പറഞ്ഞാൽ എന്നുള്ളത് നമുക്കറിയാമല്ലോ. സച്ച് കഹൂം തോ, നിങ്ങൾ വളരെ സുന്ദരനാണ് അല്ലെങ്കിൽ നിങ്ങൾ വളരെ സുന്ദരിയാണ്. തും ബഹുത് ഖൂബ്സൂരത് ഹോ. ഖൂബ്സൂരത് എന്ന് പറഞ്ഞാൽ സുന്ദരൻ അല്ലെ സുന്ദരി. സച്ച് കഹൂം തോ തും ബഹുത് ഖൂബ്സൂരത് ഹോ. സത്യം പറഞ്ഞാൽ നിങ്ങൾ വളരെ സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ്. അപ്പോൾ നമുക്കത് ഒന്നുകൂടെ പറയാം. സച്ച് കഹൂം തോ തും ബഹുത് ഖൂബ്സൂരത് ഹോ. സത്യം പറഞ്ഞാൽ നിങ്ങൾ വളരെ സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ്. സച്ച് കഹൂം തോ തും ബഹുത് ഖൂബ്സൂരത് ഹോ. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. വേറൊരു സെൻറ്റൻസ് നോക്കാം. സത്യം പറഞ്ഞാൽ ഇത് കേട്ടിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല. അതെങ്ങനെ പറയും? സത്യം പറഞ്ഞാൽ എന്നുള്ളതിന് സച്ച് കഹൂം തോ. ഇത് കേട്ടിട്ട് യഹ് സുൻകർ. യഹ് സുൻകർ, ഇത് കേട്ടിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല. അതെങ്ങനെ പറയും? മുझे വിശ്വാസ് നഹി ഹോ രഹാ ഹേ. മുझे വിശ്വാസ് നഹി ഹോ രഹാ ഹേ, വിശ്വാസം വരുന്നില്ല. സച്ച് കഹൂം തോ യഹ് സുൻകർ മുझे വിശ്വാസ് നഹി ഹോ രഹാ ഹേ. സത്യം പറഞ്ഞാൽ ഇത് കേട്ടിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് നോക്കാം. നമ്മൾ കുട്ടികളോട് പറയത്തില്ല, എന്താ ചോദിക്കേണ്ടതെന്ന് ചോദിക്കുക. നിനക്ക് എന്താണോ ചോദിക്കേണ്ടത് ചോദിക്കുക. അതെങ്ങനെ ചോദിക്കാം? പൂച്ചോ ജോ ആപ്കോ പൂച്ച്നാ ഹേ. പൂച്ചോ, ചോദിക്കൂ. ജോ ആപ്കോ പൂച്ച്നാ ഹേ, എന്താണോ നിനക്ക് ചോദിക്കേണ്ടത് ചോദിക്കുക. പൂച്ചോ ജോ ആപ്കോ അല്ലെങ്കിൽ തുംകോ എന്ത് വേണമെങ്കിലും പറയാം. ജോ ആപ്കോ പൂച്ച്നാ ഹേ, ജോ തുംകോ പൂച്ച്നാ ഹേ, എന്താണോ ചോദിക്കേണ്ടത്, എന്താണോ നിങ്ങൾക്ക് ചോദിക്കേണ്ടത് ചോദിക്കൂ. പൂച്ചോ ജോ ആപ്കോ പൂച്ച്നാ ഹേ. ഈ ടൈപ്പ് സെൻറ്റൻസുകൾ നമ്മൾ ഡെയിലി സംസാര ഭാഷയിൽ കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. നിനക്ക് എന്തോ പറയേണ്ടതെന്ന് വെച്ചാൽ പറ, അല്ലെ എന്തോ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ? അപ്പോൾ എന്താണോ ചോദിക്കേണ്ടത് ചോദിക്കൂ എന്ന് പറയുന്നതിന് പൂച്ചോ ജോ ആപ്കോ പൂച്ച്നാ ഹേ, അല്ലെങ്കിൽ പൂച്ചോ ജോ പൂച്ച്നാ ഹേ, എന്താണോ ചോദിക്കേണ്ടത് ചോദിക്കൂ. പൂച്ചോ ജോ പൂച്ച്നാ ഹേ. പിന്നെ എന്താണോ ചെയ്യേണ്ടത് ചെയ്യൂ, അല്ലെ എന്തുവാ ചെയ്യേണ്ടത് ചെയ്യൂ. കരോ ജോ ആപ്കോ കർനാ ഹേ. കരോ ജോ തുംകോ കർനാ ഹേ. കരോ ജോ തുംകോ കർനാ ഹേ, എന്താണോ ചെയ്യേണ്ടത് ചെയ്യൂ. അടുത്തത്, എന്താണോ കളിക്കേണ്ടത് കളിക്കൂ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതല്ല, നിനക്ക് എന്താ കളിക്കേണ്ടതെന്ന് വെച്ചാൽ കളിക്കുക, അങ്ങനെ നമ്മൾ പറയത്തില്ലേ? ഖേലോ ജോ ആപ്കോ ഖേൽനാ ഹേ, അല്ലെങ്കിൽ ഖേലോ ജോ തുംകോ ഖേൽനാ ഹേ, നിനക്ക് എന്താണോ കളിക്കേണ്ടത് കളിക്ക്. ഖേലോ ജോ തുംകോ ഖേൽനാ ഹേ. ഇനി വേറൊരു രീതി പറയാൻ നോക്കാം. എത്ര കളിക്കാൻ പറ്റുമോ കളിക്കൂ. ഖേലോ ജിത്ന ഖേൽ സക്തേ ഹോ. ജിത്ന ഖേൽ സക്തേ എന്ന് വെച്ചാൽ എത്ര പറ്റുമോ, എത്ര കളിക്കാൻ പറ്റുമോ കളിക്കൂ. ഖേലോ ജിത്ന ഖേൽ സക്തേ ഹോ. നിനക്ക് എത്ര പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കൂ. അതെങ്ങനെ പറയും? ജിത്തന പഠ് സക്തേ ഹോ. തും ജിത്തന പഠ് സക്തേ ഹോ ഉത്തന പഠോ. തും ജിത്തന പഠ് സക്തേ ഹോ, എത്ര പഠിക്കാൻ പറ്റുമോ, എത്ര പഠിക്കാൻ കഴിയുമോ അത്രയും പഠിക്കൂ. ഉത്തന പഠോ. ഉത്തന എന്ന് പറഞ്ഞാൽ അത്രയും. ജിത്തന ഉത്തന അങ്ങനെ ചേർത്ത് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കും. പക്ഷേ സംസാര ഭാഷയിൽ ഇത്രയും വലുതാക്കി പറയേണ്ട കാര്യമില്ല, ഇത്രയും നമ്മൾ പറഞ്ഞാലും മതി.
പഠോ ജിത്തന പഠ് സക്തേ ഹോ, പഠിക്കൂ എത്ര പറ്റുമോ. പഠോ ജിത്തന പഠ് സക്തേ ഹോ, അങ്ങനെ ഷോർട്ടായിട്ട് നമുക്ക് പറയാം. അല്ല വലിയ സെൻറ്റൻസ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ജിത്തന പഠ് സക്തേ ഹോ ഉത്തന പഠോ, എത്ര പഠിക്കാൻ കഴിയുമോ അത്രയും പഠിക്കൂ. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, പഠോ ജിത്തന പഠ് സക്തേ ഹോ, പഠിക്കൂ എത്ര പറ്റുമോയെന്ന് വെച്ചാൽ. നെക്സ്റ്റ് സെൻറ്റൻസ്, എത്ര കഴിക്കാൻ പറ്റുമോ കഴിക്കൂ. അതിൻ്റെ അർത്ഥം എത്ര കഴിക്കാൻ പറ്റുമോ അത്രയും കഴിക്കൂ എന്ന് തന്നെയാണ്. അത് വലുതായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ജിത്തന ഖാ സക്തേ ഹോ ഉത്തന ഖാവോ എന്ന് പറയണം. ഇനി അതല്ല നമുക്കത് സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഖാവോ ജിത്തന ഖാ സക്തേ ഹോ, എത്ര കഴിക്കാൻ പറ്റുമോ അത് കഴിക്കൂ എന്നുള്ളത് നമ്മൾ കഴിക്കൂ എത്ര പറ്റുമെന്ന് വെച്ചാൽ എന്നങ്ങനെ സിമ്പിളായിട്ട് പറയാമല്ലോ. ഖാവോ ജിത്തന ഖാ സക്തേ ഹോ. അല്ല വലുതായിട്ട് പറയണമെങ്കിൽ ജിത്തന ഖാ സക്തേ ഹോ ഉത്തന ഖാവോ. നെക്സ്റ്റ് സെൻറ്റൻസ്, എനിക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നു, അല്ലെങ്കിൽ തുടക്കം മുതൽ തന്നെ അറിയാമായിരുന്നു. മുझे ശുരു സേ ഹി, ശുരു സേ ഹി എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ തന്നെ. ഹി എന്നുള്ളതിനർത്ഥം തന്നെ എന്നുള്ള അർത്ഥമാണ്. ശുരു സേ ഹി എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ തന്നെ. മുझे ശുരു സേ ഹി പതാ ഥാ, അറിയാമായിരുന്നു. എനിക്ക് തുടക്കം മുതൽ തന്നെ അറിയാമായിരുന്നു. എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് തുടക്കം മുതൽ തന്നെ അറിയാമായിരുന്നു അവൻ പരീക്ഷയിൽ തോറ്റുപോകുമെന്ന്. മുझे शुरू से ही पता था वो परीक्षा में हार जाएगा. हार जाएगा എന്ന് പറഞ്ഞാൽ തോറ്റുപോകും. എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നുള്ളതിന് പഹലേസെ എന്നുള്ളതാണ്. ശുരൂസെ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ തന്നെ എന്നുള്ള അർത്ഥമാണ്. നേരത്തെ എന്നുള്ളതിന് പഹലേസെ എന്ന് പറയാം. മുझे പഹലേസെ പതാ ഥാ എന്ന് പറഞ്ഞാൽ എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പഹലേസെ ഹി പതാ ഥാ, എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ശുരു സേഹി എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ തന്നെ. പഹലേ സേഹി എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ. ഇനി എനിക്ക് അവസാനം വരെ അറിയില്ലായിരുന്നു എന്നുള്ളതിന് എങ്ങനെ പറയാം? അവസാനം എന്നുള്ളതിന് അന്ത്, അന്ത് തക്, അവസാനം വരെ. മുझे അന്ത് തക് പതാ നഹീ താ, എന്ത് കാര്യമാണല്ലേ നമ്മൾ പറയാം, എനിക്കത് അവസാനം വരെ അറിയത്തില്ലായിരുന്നു. മുझे ഓ അന്ത് തക് പതാ നഹീ താ, എനിക്ക് അവസാനം വരെ അത് അറിയില്ലായിരുന്നു. മുझे वो അന്ത് തക് പതാ നഹീ താ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെയിലി യൂസിന് വളരെ പ്രയോജനമുള്ള, നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന തരത്തിലുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇത് ഞാൻ ഒരു പ്രാവശ്യം പറയുമ്പോൾ നിങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ പറയാൻ പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നമുക്ക് പെട്ടെന്നത് സംസാര ഭാഷയിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് നന്നായിട്ട് നിങ്ങൾ കേട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഹിന്ദി പറയാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്